അമ്മേ എൻ്റെ അമ്മേ എനിക്കീശോ തന്നൊരു എൻ്റെ അമ്മേ എൻ്റെ ഈശോയുടെ അമ്മേ അമ്മേ എൻ്റെ അമ്മേ എനിക്കീശോ തന്നൊരമ്മേ അമ്മേ എൻ്റെ അമ്മേ എൻ്റെ ഈശോയുടെ അമ്മേ അമ്മേ എൻ്റെ അമ്മേ എനിക്കീശോ തന്നൊരമ്മേ. എല്ലാവരും എഴുന്നേൽക്കുക. ഉടമ്പടി നിയോഗപ്രകാരമുള്ള രോഗസൗഖ്യ പ്രാർത്ഥനയും ദൈവിക ശാസന പ്രാർത്ഥനയുടെ സമയമാണ്. കർത്താവ് നൽകിയ വചനത്തിന് കർത്താവിനോട് നന്ദി പറയേണ്ട സമയമാണ്. മനസ്സിൽ പറയുക, ഞങ്ങൾക്കും ഈശോ അങ്ങയുടെ അമ്മയെപ്പോലെ ഭാഗ്യമുള്ളവരായി മാറണം. അങ്ങയുടെ വചനം ഏത് കാലത്തും പിതാവിൻ്റെ ഇഷ്ടമായി പരിശുദ്ധ അമ്മയെപ്പോലെ പാലിച്ച് കർത്താവിൻ്റെ ദാസിയായി തലമുറകൾ തോറും മഹത്വപ്പെടാൻ ഞങ്ങളെയും സഹായിക്കണമേ. ഉടമ്പടി തലമുറകൾ തോറും നിന്നെ മഹത്വപ്പെടുത്തും. നിത്യത വരെ ഉടമ്പടി നിന്നെ മഹത്വപ്പെടുത്തും. കാരണം ഉടമ്പടി പാലിക്കുന്നതിലൂടെ പരിശുദ്ധ അമ്മയെപ്പോലെ ദൈവവചനം നെഞ്ചിലേറ്റ് ജീവിതത്തിന് സാക്ഷ്യം നൽകുന്നതിലൂടെ നീ വാഗ്ദാന പേടകമായി മാറുന്നു. വാഗ്ദാന പേടകം കാണപ്പെടുന്ന സ്ഥലത്തിൻ്റെ പേരാണ് വെളിപാട് പറയും. ഇതാ കർത്താവിൻ്റെ സ്വർഗത്തിലെ ആലയം തുറക്കപ്പെട്ടു, വാഗ്ദാന പേടകം കാണായി എന്ന് കൈയടിച്ച് കർത്താവ് കന്യാമാതാവേ ആവേ മരിയ കന്യാമാതാവേ അമ്മേ എൻ്റെ അമ്മേ എൻ്റെ ഈശോയുടെ അമ്മേ അമ്മേ എൻ്റെ അമ്മേ എനിക്കീശോ തന്നൊരമ്മേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മളിപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് ക്യാൻസർ രോഗികൾ, തൈറോയ്ഡ് രോഗികൾ, കരൾ രോഗികൾ, കിഡ്നി രോഗികൾ, ത്വക്ക് രോഗികൾ, വിസർപ്പ് രോഗികൾ, പിന്നെ കോമൺ അല്ലാത്ത അസുഖങ്ങൾ. കോമൺ അല്ലാത്ത അസുഖങ്ങളുടെ കുഴപ്പം എന്താണെന്ന് നിങ്ങൾക്കറിയാവോ? വലിയ കുഴപ്പമാണ്. പൊതുവേ ജനങ്ങൾക്ക് ഇപ്പോൾ 10,000 പേർക്ക് ഒരാൾക്ക് വരിക, 5,000 പേരിൽ ഒരാൾക്ക് ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് വലിയ ദുരന്തമാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മരുന്ന് കമ്പനിക്കാർ മരുന്ന് ഒന്നാമത്തേൽ റിവൈസിങ് ഉണ്ടാകത്തില്ല, മാർക്കറ്റിംഗ് കുറവായത് കാരണം. പനിയാവലമാണെങ്കിൽ പാരസെറ്റമോളുകാർ എല്ലാ കമ്പനിക്കാരും സംസ്ഥാനക്കാരും ഒക്കെ കമ്പനി ഉണ്ടാക്കിയിടും, ചിലവാകും. മറ്റത് അപൂർവം അത് കസ്റ്റമേഴ്സ് ഉണ്ടാകത്തുള്ളൂ. അപ്പോഴും മരുന്ന് കമ്പനിക്കാർ ആ ഉൽപ്പാദിപ്പിക്കുന്നത് കുറയും. അപ്പോൾ എന്നാ പറ്റും? തീ വിലയായിരിക്കും മരുന്നിന്. അപൂർവ രോഗങ്ങൾക്ക് തീ വില വരാൻ കാരണം അതാ. മരുന്ന് വലിയ ഗുണമില്ലെങ്കിലും അത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല ആവശ്യക്കാരില്ലാത്തത് കൊണ്ട്. കാര്യം 10,000 പേർക്ക് ഒരാൾക്കല്ലേ ആ രോഗമുള്ളത്. ഇതുപോലെയൊക്കെ ദുരന്ത രോഗങ്ങളുണ്ട്. അവരിപ്പോഴും അമ്മ മാതാവ് നിങ്ങൾ ഇവിടെ ഉണ്ടാകണമെന്ന് ഒരു നിർബന്ധമില്ല. ആ രോഗികൾ നിങ്ങളുടെ ഓർമ്മയിലുണ്ടായാൽ മതി. നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതിൽ അമ്മയോട് പറയണം, അമ്മേ ഇന്ന രോഗികൾ അപൂർവ രോഗമാണെന്നാണ് എന്നോട് പറഞ്ഞിരിക്കണത്. ഞാൻ ഉടമ്പടി ചെയ്ത് വാഗ്ദാന പേടകമാണെന്ന് അച്ഛനിലൂടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. എനിക്ക് അങ്ങയുടെ തിരുസന്നിധിയിൽ എൻ്റെ വചനം പാലിച്ച് ദൈവത്തിൻ്റെ സാക്ഷിയായി ജീവിക്കുന്നതിൽ എന്തെങ്കിലും യോഗ്യത ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന രോഗിയുടെ മേൽ ഇപ്പോഴമ്മ സഞ്ചാരി മാതാവേ സഞ്ചരിച്ചെത്തി സൗഖ്യം നൽകണമേ. ഈശോയ്ക്ക് ആ വ്യക്തിക്ക് വേണ്ടി ഈശോയോട് മധ്യസ്ഥം പ്രാർത്ഥിക്കണമേ. അപ്പോൾ ദുരന്ത രോഗികൾ അപൂർവ രോഗികൾക്ക് വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ അപൂർവ രോഗികളെ സ്പർശിക്കണമേ. കർത്താവെ അപൂർവ രോഗികളെ സ്പർശിക്കണമേ. അങ്ങനെ അങ്ങയുടെ അമ്മയുടെ മധ്യസ്ഥത്തിൽ പ്രാർത്ഥിക്കുന്നു. അപൂർവ രോഗികളെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ, ക്യാൻസർ രോഗികളെ ഈശോ, തൈറോയ്ഡ് രോഗികളെ ഈശോ, ഉദര രോഗികളെ യേശു ക്രിസ്തു നാമത്തിൽ, കരൾ രോഗികളെ, കിഡ്നി രോഗികളെ സൗഖ്യം പ്രാപിക്കണം.
രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ, തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നമ്മൾ ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഉടമ്പടിയുടെ ഏറ്റവും വലിയ വിടുതൽ പ്രാപിക്കുന്നൊരു മേഖലയാണ്. കാര്യം ഒരു കുടുംബത്തിൽ ഒരാൾക്കെങ്കിലും സ്ഥിരമായ ജോലി കിട്ടിയാൽ കുടുംബം നിലനിന്ന് പോകും. അതുകൊണ്ട് ഉടമ്പടി വെച്ചിരിക്കുന്ന മുഴുവൻ ആൾക്കാരുടെ സാമ്പത്തിക സ്വസ്ഥത, വരുമാന മാർഗങ്ങളുടെ മേലെ ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ ഈശോ ഈശോ എല്ലാ ജോലി ഇല്ലാത്തവരെ, വരുമാനം ഇല്ലാത്തവരെ, ജീവിതമാർഗം മുട്ടിയവരെ, ജോലി നഷ്ടപ്പെട്ടവരെ, ജോലിക്ക് ശമ്പളമില്ലാത്തവർ, പെൻഷൻകാർ, ട്രാൻസ്ഫറിന് വേണ്ടി അപേക്ഷിക്കുന്നവർ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കർത്താവ് ജോലി മൂലം സമാധാനം നഷ്ടപ്പെട്ടവരെ എല്ലാം ഈ നിമിഷം അടയാളം പറയാൻ കർത്താവ് സാക്ഷ്യം പറയാൻ സഹായിക്കണമേ. ഹല്ലേലൂയ. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. ഈ ശുശ്രൂഷ ഏത് സമയത്തും, ഇപ്പോഴും ഏത് സമയത്തും യൂട്യൂബിലൂടെയും മറ്റ് ഫേസ്ബുക്കിലൂടെയൊക്കെ പങ്കെടുക്കുന്നവരെയും ഇപ്പോഴ് ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. കൂടാതെ ഇപ്പോഴും ഈശോ പ്രാർത്ഥിക്കുക. നമുക്കറിയാം, ഇപ്പോൾ തന്നിരിക്കുന്ന 2 സന്ദേശപ്രകാരമാണ് പ്രാർത്ഥിച്ചിരിക്കുന്നത്. ഇപ്പോഴും സന്ദേശപ്രകാരമാണ് മൂന്നാമത്തെ കാര്യം വെച്ച് പ്രാർത്ഥിക്കാൻ പോകുന്നത്. മൂന്നാമത്തെ സന്ദേശം എന്താണെന്നറിയാവോ? ഈ ചെറുകിട വ്യാപാരശാലകൾ, വ്യവസായ ഉൽപ്പാദന കേന്ദ്രങ്ങൾ. ഇപ്പം ചില ഫാക്ടറിയെല്ലാം അടഞ്ഞു പോയിട്ടില്ലേ? അപ്പം അതിൻ്റെ ജോലി നഷ്ടപ്പെട്ടു പോയി. നിങ്ങൾ തന്നെ ചെയ്യുന്ന ലോണെടുത്ത് ചെയ്ത ചില ഫാക്ടറികൾ, ചില ഉൽപ്പാദന കേന്ദ്രങ്ങൾ, ചെറുകിട വ്യവസായങ്ങൾ, അതിൻ്റെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ ഒക്കെ അതിലൊക്കെ കടമായി വന്നിട്ടില്ലേ? ഇങ്ങനെ വീണ് പോയിട്ടുള്ള ഉൽപ്പാദന കേന്ദ്രങ്ങളുടെ മേൽ കർത്താവിൻ്റെ കരങ്ങളും കരുണയും കിട്ടാൻ വേണ്ടി സ്തുതിയുടെ ഹല്ലേലൂയ. സാക്ഷ്യം പറയാൻ സഹായിക്കണം കർത്താവേ. ദൈവത്തിൻ്റെ സത്യത്തിലേക്ക് ആവശ്യിക്കണം കർത്താവേ. ദൈവത്തിൻ്റെ കരുണ ചൊരിയണം കർത്താവേ. ഹല്ലേലൂയ. അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ, ഈ കാറ്റായി വീശണമേ. ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ, ഈ കാറ്റായി വീശണമേ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എൻ്റെ പേര് മിനി. ഞാൻ വരുന്നത് എറണാകുളം ജില്ലയിൽ ഏഴക്കനാട് എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. 2024 ജനുവരി 17-ാം തീയതിയാണ് ഞാൻ ആദ്യമായി കൃപാസനത്തിൽ വന്നത്. അന്ന് തന്നെ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്ന് വൈകിട്ട് ഉടമ്പടി പ്രാർത്ഥന ചെല്ലാൻ നേരത്ത് എനിക്ക് 10-15 വർഷമായിട്ടുണ്ടായിരുന്ന നടുവേദനയും മുട്ടുകുത്തി എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ അന്ന് മുതൽ ഞാൻ മുട്ടുകുത്തി കണ്ണുനീരോടെയാണ് ആദ്യമായിട്ട് പ്രാർത്ഥിച്ചത്. മുട്ടുകുത്തുമ്പോൾ ഭയങ്കരമായ കണ്ണീരൊഴുകുമായിരുന്നു. ആ കണ്ണീരൊഴുകി തന്നെയാണ് ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ചത്. നടുവേദനയും ഡിസ്കിന് പ്രശ്നങ്ങളുണ്ടായിരുന്നു, മുട്ടിന് തേയ്മാനം ഉണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി ത്യാഗത്തോടെ തന്നെയാണ് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു തുടങ്ങിയത്. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ മുട്ടുകുത്തിയാണ് പ്രാർത്ഥിക്കണത്. അന്ന് മുതൽ എനിക്ക് പിന്നെ ഇന്ന് വരെ എനിക്കൊരു കുഴപ്പമുണ്ടായിട്ടില്ല. വിശുദ്ധ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഞാൻ ഉപയോഗിച്ചിരുന്നു. ഉടമ്പടി തൈലം മുട്ടിൽ കുരിശ് വരച്ച് വിശ്വാസപ്രമേയത്തിൽ പ്രാർത്ഥിക്കും. പിന്നെ നേർച്ച വസ്തുക്കൾ, ഉപ്പ്, തേൻ എന്നിവ കഴിക്കുകയും ചെയ്തിരുന്നു. അന്ന് മുതൽ ഇന്ന് വരെ മുട്ടിൻ്റെ വേദന ഉണ്ടായിട്ടില്ല. പിന്നെ എനിക്ക് ആസ്മയുടെ അസുഖം ഉണ്ടായിരുന്നു. 15 വർഷത്തോളമായി ഞാൻ ഇൻഹൈലർ ഉപയോഗിച്ചുകൊണ്ടാണ് ഇരുന്നത്. ആ ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടലാണ്. തണുത്ത ഒരു ഭക്ഷണപദാർത്ഥം എനിക്ക് കഴിക്കാൻ പാടില്ല, അപ്പോൾ തന്നെ ശ്വാസം മുട്ടും.
അപ്പോൾ എൻ്റെ ഇളയ മോളാണ് ആദ്യം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. അപ്പോൾ എടുത്തപ്പോൾ അവൾ നേർച്ച വസ്തുക്കൾ എനിക്ക് തന്നു. അപ്പോൾ അവളെന്നോട് പറഞ്ഞു, അമ്മച്ചി 2 നേരം ഇൻഹേലർ ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുക, ഉപ്പും തേനും കഴിക്കുക. അങ്ങനെ അവൾ പറഞ്ഞതുകൊണ്ട് ഞാൻ എൻ്റെ ഇൻഹേലർ മാറ്റി വെച്ചിട്ട് ഉപ്പും തേനും ഉപയോഗിച്ച് ഞാൻ അന്ന് മുതൽ ഇന്ന് വരെ അത് ഉപേക്ഷിച്ചു. 1.5 വർഷം കഴിഞ്ഞു, എനിക്ക് ശ്വാസം മുട്ടലുണ്ടായിട്ടില്ല. പിന്നെ ഞാൻ വീട്ടിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ജനുവരി 17 ഉടമ്പടി എടുത്തു. ഫെബ്രുവരി 12 ദൈവമാതാവിൻ്റെ ഫോട്ടോ രൂപം, കൃപാസന മാതാവിൻ്റെ രൂപം എൻ്റെ പച്ച തിരി വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ അതിൽ പ്രത്യക്ഷമായി. പിന്നെ ഒത്തിരിയേറെ മാതാവിൻ്റെ ദർശനങ്ങളും വെളിപാടുകളും എനിക്ക് കിട്ടിയിട്ടുണ്ട്. സന്ദേശങ്ങളായിട്ടും പരിശുദ്ധമ്മ നൽകിയിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ സെപ്റ്റംബർ 24 ഒരു പാമ്പ് വന്നു. 24 വൈകിട്ട് ഉടമ്പടിത്തിരിയിൽ പാമ്പിൻ്റെ രൂപം പ്രത്യക്ഷമായി. പിറ്റേ ദിവസം രാവിലെ 25 ഞങ്ങളുടെ വീട്ടിലൊരു പാമ്പ് വരുന്നു. അത് എൻ്റെ ഭർത്താവിൻ്റെ അമ്മയാണ് കണ്ടത്. അമ്മ കണ്ട്, അപ്പോൾ അമ്മ അതിൽ ഭിത്തിയിൽ പിടിച്ച് നടക്കുമായിരുന്നു. അപ്പോൾ എന്തോ അനങ്ങളതായിട്ട് കണ്ടു. അപ്പോൾ അനങ്ങളതായിട്ട് കണ്ടപ്പോൾ അമ്മ പറഞ്ഞു കരിയിലാന്ന് പറഞ്ഞ് കൈ കൊണ്ട് എടുക്കാൻ ചെന്നപ്പോൾ അത് അനങ്ങളും. എന്നിട്ട് എന്നെ വിളിച്ച് കാണിച്ചു. ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ പാമ്പ്, എന്ത് പാമ്പാന്ന് എനിക്കറിയില്ലായിരുന്നു. എന്നിട്ട് ഞാൻ വേഗം എൻ്റെ അടുത്തുള്ള ഒരു ചേച്ചിനെ വിളിച്ചു. അപ്പോൾ ആ ചേച്ചിയും പിന്നെ റോട്ടിലൂടെ ഒരു ചേട്ടൻ പോകണ്ടായിരുന്നു. ആ ചേട്ടനും കൂടി വന്ന് അതിൽ നിന്ന് ഞങ്ങൾക്ക് ആ പാമ്പിൻ്റെ ഉദരത്തിൽ ഞങ്ങൾക്ക് അതിന് മോചനം കിട്ടി. ലൂക്ക 10:19 പറയുന്ന പോലെ ഇതാ പാമ്പുകളുടെയും തേളുടെയും ശത്രുവിൻ്റെയും സകല ശക്തികളുടെയും ചവിട്ടി നിൽക്കാൻ നിങ്ങൾക്ക് അധികാരം നൽകിയിരിക്കുന്നു, ഒന്നും നിങ്ങൾ ഉപദ്രവിക്കില്ല. അത് അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങളുടെ ഭവനത്തിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല, പാമ്പിൻ്റെ ഉദരം ഉണ്ടായിട്ടില്ല. പിന്നെ എനിക്ക് ഇയർബാഡ്സിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ ജപമാല റാലി കഴിഞ്ഞ ഒക്ടോബർ 26 ജപമാല റാലി പങ്കെടുക്കാൻ ഒത്തിരി ആഗ്രഹിച്ചു. അപ്പോൾ അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, നിയോഗം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നാൽ എനിക്ക് ഇയർബാഡ്സിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് ഒരു ദിവസം ഉടമ്പടി ആരാധന അച്ഛൻ വിളിച്ചു പറഞ്ഞു, ഇയർബാഡ്സിൻ്റെ പ്രശ്നമുള്ളവരും ഹാർട്ടിൻ്റെ പ്രശ്നമുള്ളവരും നടക്കണ്ട, അർത്തുങ്കലിലേക്ക് വന്നാൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ അതനുസരിച്ച് ഞങ്ങളുടെ കുടുംബം അവിടുത്തെ അടുത്തുള്ള ഉടമ്പടി ചേച്ചിമാരെല്ലാവരും കൂടി അർത്തുങ്കലിൽ വന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു. അപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് ആ ഇയർബാഡ്സിൻ്റെ പ്രശ്നം പിന്നെ ഉണ്ടായിട്ടില്ല. പിന്നെ എൻ്റെ യൂട്രസിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. യൂട്രസിൽ അതെന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വർഷങ്ങളായിട്ട് എനിക്ക് ഒരു വഹിച്ചിട്ട് യൂട്രസിൻ്റെ ഭിത്തിക്ക് കട്ടി കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ പരിശുദ്ധ അമ്മ തന്നെയാണ് പറഞ്ഞ് ഹോസ്പിറ്റലിൽ പോയി യൂട്രസ് പരിശോധിക്കാൻ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നോക്കി കഴിഞ്ഞപ്പം ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ബയോപ്സി എടുക്കണമെന്ന് പറഞ്ഞു ഡോക്ടർ. ബയോപ്സി എടുക്കാനായിട്ട് ഇവിടെ എടുക്കുന്നതിന് മുമ്പ് തന്നെ ഞാനിവിടെ വന്ന് അച്ഛനെ കണ്ട് അച്ഛൻ എൻ്റെ സൈത്ത് തരികയും അടിവയറ്റിൽ കുരിശ് വരച്ച് വിശ്വാസപ്രമാണം ചെല്ലാൻ പറയുകയും ചെയ്തു. അതനുസരിച്ച് ഞാൻ പോയി വിശ്വാസപ്രമാണം ചൊല്ലി സൈത്ത് പോയി സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ബയോപ്സി എടുത്തതിന് ശേഷം നോക്കിയപ്പോൾ ക്യാൻസറിൻ്റേതായ സാധ്യതകളൊന്നും ഇല്ലയെന്ന് ഡോക്ടർ പറഞ്ഞു. പിന്നെ എനിക്ക് ഉടമ്പടി പുതുക്കിയപ്പോൾ അന്ന് തന്നെ ആദ്യത്തെ ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ നിയോഗം വച്ചിരുന്നു, പരിശുദ്ധ അമ്മയെ ദൈവമാതാവേ എനിക്ക് അവിടുത്തെ പുത്രനെ സ്വീകരിച്ച് സഭയോട് ചേർന്ന് നിൽക്കാൻ കൃപ നൽകണമേ എന്ന്. അപ്പോൾ പരിശുദ്ധ അമ്മ പറഞ്ഞു, നീ പ്രാർത്ഥിക്ക്. അപ്പോൾ ഞാൻ വിശ്വാസത്തിലേക്ക് വന്നിട്ട് 35 വർഷമായി. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ഈശോയെ തന്നെയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അത്ഭുതമായ രോഗസൗഖ്യത്തിലൂടെയാണ് ദൈവം എന്നെ വിളിച്ചത്. അതുകൊണ്ട് ഞാൻ വേറെ ഒരു ഇതിലും ഞാൻ പോവാറില്ല. ഞാൻ ഈശോയെ തന്നെയാണ് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കാറ്. പ്രാർത്ഥന എനിക്ക് പറ്റുമ്പോഴൊക്കെ ഞാൻ പോയി വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും ചെയ്യും. സ്വീകരിക്കാൻ പറ്റില്ലെങ്കിലും ഞാൻ വിശുദ്ധ കുർബാന കാണണം എനിക്ക് ഏറ്റവും ഇഷ്ടം, പിന്നെ വചനം കേൾക്കണതും. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ദൈവവചനം കേൾക്കാൻ പോവും, പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനിരുന്നു. അപ്പോൾ എനിക്ക് വിശുദ്ധ കുർബാന മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ എല്ലാവരും കുർബാനയുടെ മധ്യേ പറയും വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിലുള്ളതാകുന്നത് പറയുമ്പോൾ തന്നെ എനിക്ക് മനസ്സിന് ഭയങ്കര വിഷമാണ്. അപ്പോൾ എനിക്ക് സ്വീകരിക്കാൻ പറ്റണില്ലോ എന്ന് ഓർത്ത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ ആഗ്രഹം ഞാൻ ഈശോയോട് പറഞ്ഞ് ഞാൻ അത് നിയോഗം വെച്ചിരുന്നു. അപ്പോൾ പരിശുദ്ധ അമ്മ പറഞ്ഞു, ഏത് വർഷത്തിലാണ്, ഏത് മാസത്തിലാണ്, ഏത് ആഴ്ച, ഏത് നിയോഗം, ഏത് ദിവസം, മണിക്കൂർ, മിനിറ്റ്, സെക്കൻഡ് ഇത് വെച്ച് നീ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇരുന്നത്. അപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് ജൂലൈ 13 എനിക്ക് ഞങ്ങളുടെ ഇടവകയായ പുത്തൻകുരിശ് ലിറ്റിൽ ഫോർ ചർച്ചിൽ ഇടവകയിൽ അംഗമായി പരിശുദ്ധ ദൈവമാതാവ് എനിക്ക് വിശുദ്ധ മാമോദീസ സ്വീകരിക്കാൻ അനുഗ്രഹം നൽകി. അത് ഞാൻ ഹിന്ദു ആയിരുന്നുകൊണ്ട് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ ചെയ്യണം എന്നുള്ളൊരു ഇതായതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ വന്നിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ മക്കളോട് ഞാൻ പറഞ്ഞു, എനിക്ക് 3 പെൺമക്കളാണ്. ഹസ്ബൻഡ് മരിച്ചുപോയി, 8 വർഷമായി ഹസ്ബൻഡ് മരിച്ചിട്ട്. എൻ്റെ 3 മക്കളോടും പറഞ്ഞു, അവരെ 3 പെൺമക്കളെയും കല്യാണം കഴിച്ചിട്ട് അവരെ വീട്ടുകാരോടും പറഞ്ഞു. അപ്പോൾ വീട്ടുകാരോട് പറഞ്ഞപ്പോൾ അവർ അത് സമ്മതിച്ചു.
അവർക്ക് കുഴപ്പമില്ല. അപ്പോൾ മരുമക്കളോട് പറഞ്ഞപ്പോൾ മരുമക്കൾ പറഞ്ഞു അമ്മച്ചിക്ക് അതാണ് ഇഷ്ടമെങ്കിൽ അത് ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ചെയ്തു. എല്ലാവരും സഹകരിച്ച് എനിക്കത് നടത്തി തന്നു. അപ്പോൾ പരിശുദ്ധ അമ്മ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഒത്തിരി നാളായി എന്നോട് പറയുന്നത് സെബാസ്റ്റ്യൻ എന്ന്. അപ്പോൾ അത് അങ്ങനെ ഒരു വ്യക്തിയെ എനിക്ക് അറിയില്ലായിരുന്നു, ആരാ എന്താന്ന്. ഞാൻ അങ്ങനെ ഒരു വ്യക്തിയെ കേട്ടിട്ടില്ല, എനിക്കിട്ട് അറിയില്ല. അപ്പം ഞാൻ ആ പള്ളിയിൽ ചെന്ന് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ വിശുദ്ധ കുർബാന കാണാനായിട്ട് പോകാറുള്ളതാണ്. കൃപാസനത്തിലേക്ക് വന്നതിന് മുമ്പ് അവിടെ വിശുദ്ധ കുർബാന കണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരാറ്. അപ്പോൾ അപ്പോൾ അവിടെ ചെന്ന് ഇങ്ങനെ പരിചയപ്പെട്ടപ്പോൾ അച്ഛൻ്റെ പേര്, ഇടവക വികാരി അച്ഛൻ്റെ പേര് സെബാസ്റ്റ്യൻ എന്നാണ്. അപ്പം ഞാൻ വേറൊരു സ്ഥലത്ത് ഇതാക്കാനാണ് ഡിവൈൻ ധ്യാനകത്തിൻ്റെ മാമോദിസ മുഖാന്നാണ് ഓർത്ത ഇരുന്നത്. പക്ഷേ അന്ന് അവിടെ ധ്യാനത്തിന് പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ധ്യാനത്തിൻ്റെ മധ്യത്തിൽ എന്നെ തലേദിവസം കൈവയ്പ് പ്രാർത്ഥന ശുശ്രൂഷ സമയത്ത് കൊച്ചു ത്രേസ്യ പുണ്യവതി ഓടി വന്നതായിട്ട് ദർശനം കണ്ടു. അത് എൻ്റെ അടുത്ത് ചേച്ചി എന്നോട് പറഞ്ഞത്. പരിശുദ്ധാത്മാവ് എൻ്റെ നാവിലേക്ക് വന്നതായിട്ടും അവർ ദർശനം കണ്ടു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് അപ്പോൾ എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായില്ലെങ്കിലും അപ്പോൾ ആ കൊച്ചു ത്രേസ്യയായിട്ട് എന്താ ബന്ധം എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞങ്ങളവിടെ ഇടവകയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പോകാറുണ്ട്, കുർബാന സ്വീകരിക്കാൻ കാണാൻ പോകാറുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ ഇടവകയിൽ വന്ന് അച്ഛനോട് കണ്ട് സംസാരിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു ചേച്ചി ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞ് അങ്ങനെ വിശുദ്ധ കുർബാന വിശുദ്ധ കുമ്പസാരം ജൂലൈ 13 റോസ മിസ്റ്റിക മാതാവിൻ്റെ തിരുനാളിൻ്റെ അന്ന് വിശുദ്ധ മാമോദിസ സ്വീകരിച്ചു. 19-ാം തീയതി ജൂലൈ 19-ാം തീയതി വിശുദ്ധ സ്ഥൈര്യലേപനം നടത്തി. 20-ാം തീയതി വിശുദ്ധ കുർബാന ആദ്യമായിട്ട് സ്വീകരിച്ചു. ആദ്യമായി കുർബാന സ്വീകരിച്ച് വീട്ടിൽ വന്നപ്പോൾ തന്നെ പരിശുദ്ധമ്മ എനിക്ക് ഒത്തിരി വെളിപാടുകളും ഗാനങ്ങളൊക്കെ തരുന്നതാണ്. അമ്മ ആ കുർബാനയുടെ അത് അനുസരിച്ച് തന്നെ ഒരു ഗാനം അപ്പം തന്നെ എനിക്ക് തന്നു. പിന്നെ കുമ്പസാരത്തിൻ്റെ കാര്യം 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും 2 ആഴ്ചയ്ക്ക് മുമ്പ് പരിശുദ്ധ അമ്മ പറഞ്ഞു നീ ഇടവക വികാരി അച്ഛൻ്റെ അടുത്ത് തന്നെ കുമ്പസാരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ കുമ്പസാരിക്കണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അമ്മ മാതാവ് തന്നെ പറഞ്ഞു 10 കൽപ്പനകൾ പറഞ്ഞ് നീ കുമ്പസാരിക്ക്, അതാണ്, അതിൽ വലുതായിട്ട് ഒന്നുമില്ല, അത് പറഞ്ഞ് നീ കുമ്പസാരിക്കാൻ പറഞ്ഞു. അപ്പോൾ ആ കുമ്പസാരവും നടത്തി. അങ്ങനെ എല്ലാ വിശുദ്ധ കൂദാശകൾ ഞാൻ സ്വീകരിച്ചു. എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോവും. എനിക്ക് പറ്റുന്ന സമയത്തൊക്കെ ഞാൻ വിശുദ്ധ കുർബാനയ്ക്ക് സ്വീകരിക്കാൻ പോവും. പിന്നെ വചനം എല്ലാ ദിവസവും വചനം വായിക്കും, ബൈബിൾ അരമണിക്കൂർ വായിക്കും. പിന്നെ പറയാൻ മറന്ന ഒരു കാര്യം, എൻ്റെ മരിച്ചുപോയ ഞങ്ങൾ 7 മക്കളായിരുന്നു. അപ്പോൾ എൻ്റെ മൂത്ത 2 പേരും മരിച്ചു പോയിരുന്നു. അതിൽ ഞാനിങ്ങനെ പ്രാർത്ഥന സമയത്ത് എനിക്കൊരു വെളിപാടുണ്ടായി. ഞാൻ എല്ലാ 2 ആഴ്ച സ്വീകരിക്കും. പിന്നെ ഉപവസിക്കും. 2 ദിവസം ആഴ്ചയിൽ 2 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കും. പിന്നെ കാരുണ്യ പ്രവൃത്തികൾ പ്രേക്ഷിത പ്രവർത്തനത്തിന് ഞാൻ അവിടെ 10 കെട്ട് പത്രം വാങ്ങിക്കൊണ്ട് പോകും. 10 കെട്ട് 6 കെട്ട് പിന്നെ 50 കാശ് രൂപ വെച്ച് വാങ്ങിച്ചുകൊണ്ട് പോകും. അതൊക്കെ ഞങ്ങൾ ഓരോ സ്ഥലങ്ങളിൽ പോയി ഹോസ്പിറ്റലിൽ പോകും, വീടുകൾ കയറി നടന്നു കൊടുക്കും. പിന്നെ ഹോസ്പിറ്റലിൽ പോയി രോഗികൾക്ക് മറ്റേ ഇത് ഉരുപ്പെടുത്തെല്ലാം പുരട്ടി പ്രാർത്ഥിക്കും. പിന്നെ കാരുണ്യ പ്രവൃത്തികളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആഹാരം ഉണ്ടാക്കി വിതരണം ചെയ്യും. ഓരോ സ്ഥലങ്ങളിലും പോയി ഇങ്ങനെ ഭക്ഷണ പദാർത്ഥങ്ങൾ വിതരണം. പിന്നെ പോണ വഴിക്കൊക്കെ വഴിയിലിരിക്കണവർക്കൊക്കെ ഞാൻ ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തിട്ടാണ് ഇവിടെ ഞാൻ പോവാറ്. പിന്നെ പൊതിച്ചോറ് കെട്ടിക്കൊടുക്കും. പിന്നെ എളുപ്പത്തിനായിട്ട് ഇഡ്ഡലിയൊക്കെയാണ് 5ഉം 6ഉം ഇത് പുതിയ ഇഡ്ഡലി കൊണ്ടുപോയി കൊടുക്കും. അങ്ങനെ കാരുണ്യ പ്രവൃത്തി ചെയ്യണം. പിന്നെ ഈ സെപ്റ്റംബർ ഓണത്തിൻ്റെ സമയത്ത് പരിശുദ്ധ അമ്മ തന്നെ എന്നോട് പറഞ്ഞ് കാരുണ്യപ്രവൃത്തി ചെയ്യണ കാര്യം പറഞ്ഞപ്പോൾ കാരുണ്യപ്രവൃത്തി ചെയ്യാനായിട്ട് മറ്റേ വസ്ത്രം വാങ്ങിച്ച് മൂവാറ്റുപുഴ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വസ്ത്രം വാങ്ങിച്ച് മറ്റേ മുണ്ട്, ഷർട്ട്, നൈറ്റികൾ, കാവ്യമുണ്ട് എന്നിങ്ങനെ കൊണ്ടുപോയി വാങ്ങിച്ചു കൊടുത്തു. പിന്നെ കുറേ പേർക്ക് അത് കൂടാണ്ട് വസ്ത്രങ്ങൾ വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ നമുക്ക് പറ്റണ രീതിയിലെല്ലാം ഒരു ഓൾഡ് ഏജ് ഹോമുകളിൽ പൈസ കൊടുക്കും, ഭക്ഷണം കൊടുക്കും. ഇതൊക്കെ എനിക്ക് ഹസ്ബൻഡില്ല, പക്ഷേ ഇതെല്ലാം ചെയ്തു തന്നത് ഈശോ തന്നെയാണ് എനിക്ക് തന്നത്. അതായത് യശപ്രവാൻ്റെ 54:5 നിൻ്റെ സൃഷ്ടാവാണ് നിൻ്റെ ഭർത്താവ്, സൈന്യങ്ങളുടെ കർത്താവാണ് നിൻ്റെ ദൈവം എന്ന ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാം എൻ്റെ ഈശോ ചെയ്തു തരുവാണ്. എൻ്റെ സഹോദരനോടാണ് ഇതെല്ലാം എനിക്ക് ചെയ്തു തന്നത്. എനിക്ക് എന്താവശ്യപ്പെട്ടാലും അവൻ തരും. പിന്നെ മാസം ഒരു തുക അയച്ചു തരും. അതിലൂടെ എനിക്ക് കാരുണ്യപ്രവൃത്തികൾ കൂടുതൽ ഞാൻ ചെയ്യും. ഭാഗ്യത്തെ എൻ്റെ ജീവിതത്തിൽ ഞാൻ പൈസ എടുക്കും. ഇത്രയും അനുഗ്രഹങ്ങൾ നൽകിയ എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും പരിശുദ്ധാത്മാവിനും പിതാവായ ദൈവത്തിനും കോടാനുകൂടി നന്ദി, സ്തുതി, ആരാധന അർപ്പിക്കുന്നു. എൻ്റെ പേര് ജസ്റ്റിൻ തോമസ്. ഇതെൻ്റെ ഭാര്യ ആഷ്ന, ഞങ്ങളുടെ മോൻ എയ്ഡൻ. ഞങ്ങൾ തൃശ്ശൂർ ജില്ലയിൽ വടക്കാഞ്ചേരി ഫൊറോണ ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാനൊരു നേഴ്സാണ്. ഞാനിവിടെ 108 ആംബുലൻസിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. എൻ്റെ ഭാര്യയും നേഴ്സാണ്. പിന്നെ എൻ്റെ സാക്ഷ്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഞാൻ ജൂൺ
9-ാം തീയതി, അതായത് ഈ 2025 ജൂൺ 9-ാം തീയതിയാണ് ഇവിടെ ഉടമ്പടി എടുക്കാനായിട്ട് വരുന്നത്. അതിനുള്ള കാരണമെന്ന് പറഞ്ഞാൽ എനിക്ക് ഡ്യൂട്ടി സമയത്തുള്ള അസ്വസ്ഥതകളും അതുപോലെ തന്നെ എനിക്ക് വീട്ടിൽ വന്നാൽ ശാരീരികമായിട്ടും മാനസികമായിട്ടുമുള്ള ബുദ്ധിമുട്ടോ, ഉറക്കമില്ലായ്മ, മൊത്തം ശരീരത്തിനൊരു സുഖമില്ലായ്മ. ഞാനിവിടെ ട്രെയിനിന് വരുമ്പോൾ എൻ്റെ നെഞ്ച് വെട്ടി പൊളക്കുന്നൊരു വേദനയായിരുന്നു. അത് ശരീരം മുഴുവനും പടർന്നിട്ട് ഒട്ടും വയ്യാതിരുന്നു. ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ട് മേളിൽ പോയി അത് കഴിഞ്ഞ് അതിൻ്റെ പേപ്പറെല്ലാമായിട്ട് വന്ന് മാതാവിനെ എടുക്കാനായിട്ടാണ് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നത്. പക്ഷേ അതിന് മാതാവ് എനിക്ക് എൻ്റെ സമയം അനുവദിച്ചിരുന്നില്ല. ഒപ്പം മാതാവിനോടൊപ്പം ചന്ദനത്തിരി പിടിച്ച് നിൽക്കാനായിട്ട് മാതാവിനെ അനുവദിച്ചു. അത് ഇവിടെ കൊണ്ടുവന്ന് സമർപ്പിച്ചതിന് ശേഷം ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോയത് ഞാൻ വന്ന പോലെ അല്ല. ഒരു ഹെവി ആയിട്ടുള്ളൊരു മനുഷ്യനായിട്ടാണ് ഞാനിവിടെ വന്നത്. ഞാൻ തിരിച്ചു പോകുന്നത് വളരെ ഫ്രീ ആയിട്ടാണ് പോയത്. എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം ഇതാണ്. രണ്ടാമത്തെ സാക്ഷ്യം, എൻ്റെ ഭാര്യ ആഷ്ന, അവൾക്ക് എക്സീമ വന്നു. അത് ഫോട്ടോ കണ്ടാൽ ആർക്കും അറപ്പ് തോന്നുന്നൊരവസ്ഥയാണ്. കൈയും കാലും മുഴുവൻ ഇതുപോലെ പൊട്ടി അളിഞ്ഞ് ചലം വന്ന അവസ്ഥയായിരുന്നു. പലരും പറഞ്ഞു, നീ നിൻ്റെ ഭാര്യയെ അടിമയെ പോലെ വീട്ടിലിട്ട് ജോലിക്ക് വിടാതിരിക്കുന്നു എന്നെല്ലാം പറഞ്ഞ് പല പരിഹാസങ്ങളുണ്ടായിരുന്നു. ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാവരും ഒറ്റപ്പെടുത്തിയ അവസ്ഥയായിരുന്നു. അന്നെല്ലാം മാതാവിനോടുള്ള പ്രാർത്ഥന മാത്രമാണ് എനിക്കുണ്ടായിരുന്നത്. ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച ശേഷമാണ് ഇത്രയ്ക്ക് വളരെ ശോചനീയമായ ഒരു അവസ്ഥയിലായിരുന്നു എൻ്റെ ഭാര്യയുടെ കാലും കൈയും ശരീരഭാഗങ്ങളും. ഇന്ന് കൈയും കാലും നോക്കിയാൽ ഒരു കുഴപ്പവും ഇല്ല. അങ്ങനെ ഒരു സ്കാറ്, അങ്ങനെ ഒരു പഴുപ്പോ, അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായ ഒരു ഒന്നും ശേഷിക്കുന്നില്ല. അന്ന് ഞാനിവിടെ നിന്ന് ഉടമ്പടി എടുത്തെന്ന് പോയെന്ന് മുതൽ ഉടമ്പടി തൈലം, ഉടമ്പടി ഉപ്പ്, അതുപോലെ തേൻ, ഇതെല്ലാം കൊടുത്ത് അതിന് ശേഷം വന്ന മാറ്റമാണ് ഈ ശരീരത്തിൽ വന്നേക്കുന്നത്. മുഴുവൻ നീർക്കെട്ടുണ്ടായിരുന്ന ശരീരമായിരുന്നു, അത് പൂർണ്ണമായിട്ടും മാറിക്കിട്ടി. നാലാമത്തെ സാക്ഷ്യം, എൻ്റെ മോൻ എയ്ഡൻ എപ്പോഴും ഓരോ രീതിയിലുള്ള അസുഖങ്ങളായിരുന്നു. സ്കൂളിൽ പോകുമ്പോൾ ബുദ്ധിമുട്ടായിരുന്നു, പോകാൻ ഇഷ്ടമില്ല. സ്കൂളിൽ നിന്ന് വന്ന ശേഷം ക്ഷീണം, എനിക്ക് അസുഖം, പീഡിയാട്രിഷനെ കാണിക്കാൻ പോകുന്നു, എപ്പോഴും എന്തെങ്കിലും സ്റ്റീറോയിഡ് എന്തെങ്കിലും മരുന്ന് കൊണ്ട് ജീവിക്കുന്നൊരു അവസ്ഥയായിരുന്നു. ഇവിടെ ഞാൻ ഉടമ്പടി എടുത്ത് ഉടമ്പടി തൈലം, ഉടമ്പടി ഉപ്പെല്ലാം ഞാൻ കൊടുക്കും. ഇല്ലാത്തപ്പോൾ ചോദിച്ച് വാങ്ങിച്ച് കഴിക്കും, പ്രാർത്ഥനയ്ക്ക് ശേഷം വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട്. അതിനുശേഷം ഇതുവരെ ഒരു മരുന്ന് സ്ഥിരമായിട്ട് കഴിക്കേണ്ടി വന്നിട്ടില്ല. പിന്നെ എൻ്റെ കാരുണ്യ പ്രവൃത്തികളെന്ന് പറഞ്ഞാൽ, ഞാനിവിടെ പോപ്പ് പീസ് ഹോം എന്ന് പറഞ്ഞൊരു ജോൺ പോൾ പോപ്പ് പീസ് ഹോമുണ്ട്. അവിടെ പോയിട്ട് അവിടെ വയ്യാത്തവരെ കുളിപ്പിക്കാനും അവർക്ക് വേണ്ടിയിട്ട് അവർക്ക് ഭക്ഷണം കൊടുക്കാനും എല്ലാം എനിക്ക് സമയം കിട്ടുമ്പോഴെല്ലാം ഞാൻ പോകാറുണ്ട്. പിന്നെയാണെങ്കിൽ സുവിശേഷ പ്രവൃത്തികൾ, ഞാൻ കാണുന്ന സാക്ഷ്യങ്ങളും അതുപോലെ എൻ്റെ അനുഭവങ്ങളെല്ലാം എൻ്റെ കൂട്ടുകാരായിട്ട് ഷെയർ ചെയ്യാറുണ്ട്. പല കൂട്ടുകാരും പറഞ്ഞു, നീ എല്ലാവരെയും വിശുദ്ധനാക്കാൻ പോകണമെന്ന്. പക്ഷേ അതിൽ നിന്ന് ഞാൻ പറഞ്ഞ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് അതിലുണ്ടായ കൂട്ടുകാർ തന്നെ അവിടെ സാക്ഷ്യമുണ്ടായി സൊസൈറ്റിയിൽ. ഇതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടതെന്ന് എന്നെ പരിഹസിച്ചവരോട് തിരിച്ചു പറയാനായിട്ട് മാതാവ് അവരെ അനുവദിച്ചു. എല്ലാത്തിനും അമ്മ മാതാവിന് ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയും. ഉടമ്പടി എടുത്തതിന് ശേഷം കുടുംബത്തിൽ വന്ന മാറ്റമെന്ന് പറഞ്ഞാൽ, ഏറ്റവും ആദ്യത്തെ സാക്ഷ്യം തന്നെ എനിക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഉണ്ടായിരുന്ന എൻ്റെ പ്രഷർ, എൻ്റെ ഫ്രസ്ട്രേഷൻ പൂർണ്ണമായിട്ടും മാറി. രണ്ടാമത്തെ കാര്യം, ഞാൻ മാതാവിനോടും ഈശോയോടും പറഞ്ഞുകൊണ്ടിരുന്നത്, നിൻ്റെ മുമ്പിലോ അമ്മയുടെ മുമ്പിലോ അല്ലാതെ കരയാൻ എന്നെ അനുവദിക്കരുത് ദൈവമേ എന്ന്. പലരും ചോദിച്ചിട്ടുണ്ട്, ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു, നീ ഒന്ന് പറഞ്ഞാൽ കരഞ്ഞ് കണ്ടിട്ടില്ലല്ലോ എന്ന്. പക്ഷേ ഞാൻ ഉള്ളിൽ കരയുമ്പോഴും ഇവിടെ മാതാവ് എനിക്ക് എൻ്റെ ഭാര്യയിൽ സൗഖ്യം കൊടുത്തു, എന്നെ അതിന് സാക്ഷിയാക്കി. ഇന്ന് അമ്മയുടെ മുമ്പിൽ ഇത്ര ആൾക്കാരുടെ മുമ്പിൽ സാക്ഷ്യം പറയാൻ അനുവദിച്ചതാണ് എൻ്റെ ജീവിതത്തിൽ വന്ന ഏറ്റവും വലിയ മാറ്റം. എൻ്റെ മോനടക്കം ഭക്തിയിലേക്ക് വന്നു. ഇന്നവൻ കുരിശ് വരയ്ക്കാൻ ഞങ്ങളെ വിളിച്ചിരുത്തും. ഉടമ്പടി വസ്തുക്കൾ ചോദിച്ച് വാങ്ങിച്ച് വിശ്വാസപ്രാണം ചൊല്ലിക്കൊണ്ട് അവൻ കഴിക്കാൻ തുടങ്ങി. ഇതിലും വലിയൊരു ഭാഗ്യം എന്താണ് ഒരു കുടുംബത്തിൽ വേണ്ടത്? ഒരു മോനടക്കം കാര്യങ്ങളെല്ലാം പറഞ്ഞു എല്ലാവൻ ചെയ്യുന്നു.